ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കി. നിങ്ങളുടെ നാട്ടിലേക്ക് ഈ 4:30-5 മണി സമയത്ത് വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരു പതിവുണ്ടോ? എൻ്റെ ഇവിടെയൊക്കെ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കട്ടോ. അധികം രാവിലത്തെ വല്ല പലഹാരവും ഈവനിങ്ങിൽ ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വല്ല ബിസ്ക്കറ്റോ മിക്സറോ അതൊന്നും ഇല്ലാത്ത ചില സമയങ്ങളിലാണ് ഇങ്ങനെ പൊരിക്കടികൾ പുറത്തുനിന്ന് മേടിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ചൂട് പഴംപൊരിയും കൊക്കവടിയായിരുന്നു ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ നോമ്പൊക്കെ ആയണ്ടാ തോന്നുന്നു വൈകുന്നേരം ഉണ്ടാക്കിയോണ്ട് തന്നെ നല്ല ചൂടുള്ള പഴംപൊരിയും കൊക്കവടിയായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ ചായ പലഹാരമായിട്ടുണ്ടായിരുന്നത്. പഴംപൊരി കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയായിരുന്നു. നല്ല ചക്കുട് കുട്ടം പോലത്തെ സോഫ്റ്റായ പഴംപൊരി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിന് രണ്ടിനും കോമ്പിനേഷനായിട്ട് നല്ല ചൂട് കട്ടൻ ചായ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈ കൊക്കവട കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നല്ല ക്രിസ്പിനെസ് പോലത്തെ കൊക്കവടയായിരുന്നു തോന്നിയത്. ഞങ്ങളുടെ നാട്ടിലെ പാലക്കാടത്തൊക്കെ കൊക്കവട എങ്ങനെയാ വെച്ചാൽ ഭയങ്കര സോഫ്റ്റാവും, അതിനൊരു വേറെ രുചിയാവും. ഇത് രുചിയുണ്ട്, പക്ഷേ എനിക്ക് ഈ ഉള്ളിവടയൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കണ കൊക്കവട, ഉള്ളിവടയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൊക്കവട ഉണ്ടാക്കിയ പോലെ തോന്നി. പിന്നെ അതിൽ എള്ളിട്ട ഒരു ഇതുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ പാലക്കാടത്തെ കൊക്കവട വെച്ച് നോക്കുമ്പോൾ അത്ര ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പഴംപൊരി ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല തക്കുട് കുട്ടൻ പോലത്തെ പഴംപൊരിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുളുപുളുന്നനെ പഴംപൊരിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ ആയതുകൊണ്ടാണാവോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പഴംപൊരിക്ക്. അപ്പോൾ എൻ്റെ ഈ ചെറിയ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചെറിയ ചാനലിന് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ പ്ലീസ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, സീ യു.